അങ്ങനെ ലൈസൻസൊക്കെ കിട്ടി എൻ്റെ ഫസ്റ്റ് ഡ്രൈവിനായിട്ട് ഞാൻ പോവാണ് കേട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ലൈസൻസ് എടുക്കൽ ഒരു വലിയ കടമ്പ തന്നെയായിരുന്നു കേട്ടോ എനിക്ക്. എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിൽ 4 വീലറും 2 വീലറും രണ്ടും ഞാൻ ഫെയിലായി പോയിരുന്നു കേട്ടോ. അന്ന് ഫസ്റ്റ് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ സമയത്ത് അത്രയും കാൻഡിഡേറ്റ്സ് വന്നതിൽ ആധാർ കാർഡ് കൊണ്ടുവരാത്ത ഒരേ ഒരു കാൻഡിഡേറ്റ് അത് ഞാൻ മാത്രമായിരുന്നു. അപ്പോൾ അവിടുത്തെ വെഹിക്കിൾ ഇൻസ്പെക്ടർ പറഞ്ഞു എനിക്ക് എന്തായാലും ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന്. അപ്പോഴേക്കും ഞാൻ ആകെ ഡൗൺ ആയി പോയിട്ടുണ്ടായിരുന്നു. ആകെ ഒരു മരവിച്ച അവസ്ഥയായിരുന്നു കേട്ടോ എനിക്കന്ന്. അങ്ങനെ എൻ്റെ ഡ്രൈവിംഗ് സാറ് വെഹിക്കിൾ ഇൻസ്പെക്ടറോടൊക്കെ പോയി സംസാരിച്ച് ഈ ആധാർ ഡൗൺലോഡ് ചെയ്ത് എനിക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഓക്കെ ആക്കി തന്നു. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് എനിക്ക് എന്തായാലും പാസ്സാവാൻ പറ്റില്ല. കാരണം ഞാൻ ഒരുപാട് ഡെസ്പായി പോയിരുന്നു ആ സമയത്ത്. എൻ്റെ കൂടെ ആ സമയത്ത് ഹസ്ബൻഡും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആകെ കൂടി ഒരു ലോൺലിനെസ് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. പറഞ്ഞതുപോലെ തന്നെ ഞാൻ ആ ടെസ്റ്റ് ഫെയിലായി പോയി. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞിരുന്നു കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ടെസ്റ്റ് പാസ്സാവാത്തതുകൊണ്ടല്ല, എനിക്കെന്തോ അന്നൊരു ഏകാന്തത ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടുത്ത ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ ഒരു വചനം അതെന്നെ എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വന്നത്. നിങ്ങളവിടുത്തെ രാജ്യവും നീതിയും ആദ്യം അന്വേഷിക്കുക, ബാക്കിയെല്ലാം അതോടുകൂടി കൂട്ടിച്ചേർക്കപ്പെടും. സത്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ടെസ്റ്റിൻ്റെ സമയത്ത് ഈശോനെ ഞാൻ ഓർക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈശോയേക്കാൾ ഞാൻ പ്രാധാന്യം കൊടുത്തത് എനിക്ക് ലൈസൻസ് കിട്ടുക എന്നുള്ള കാര്യത്തിനായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇനി ലൈസൻസ് എടുക്കാൻ പോകുമ്പോൾ എൻ്റെ ഈശോനെയും കൊണ്ട് മാത്രമേ ഞാൻ പോവുള്ളൂ. അങ്ങനെ ടെസ്റ്റിൻ്റെ തലേദിവസം ആ ടെസ്റ്റ് ഗ്രൗണ്ടിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു പള്ളിയിൽ ഞാൻ കുർബാനയുടെ ടൈമിംഗ് ഒക്കെ നോക്കിയിട്ടോ. അപ്പോൾ അവിടെ കുർബാന 6:30-ക്കായിരുന്നു. അങ്ങനെ ടെസ്റ്റിൻ്റെ ദിവസം 5:30-ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി 6:30-ഓടുകൂടി നമ്മൾ പള്ളിയിലെത്തി കുർബാന കൂടി ഈശോനെ സ്വീകരിച്ചിട്ടാണ് ഞാനന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പോയത്. അന്ന് ഞാൻ അനുഭവിച്ചൊരു സന്തോഷം അതെനിക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റില്ല. ഈശോനെ സ്വീകരിച്ചതിന് ശേഷം അതുവരെ എനിക്കുണ്ടായിരുന്ന ടെൻഷൻ പിന്നെ എനിക്കുണ്ടായില്ല കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ടെസ്റ്റിൻ്റെ സമയത്തും ഒരു നെർവസ്നെസ്സും ഇല്ലാണ്ട് കൂളായിട്ട് തന്നെ എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ഈശോനെ കൂട്ടുപിടിച്ച് ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന് പോയാലും ഈശോ നമ്മളെ പരാജയപ്പെടുത്തില്ല അല്ലേ. അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു.